മക്കളെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നെടുക്കാൻ പറഞ്ഞത് സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ആ പാഠത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഓക്കെ മക്കളെ, ഇതാണ് ചോദ്യം. Find the sum to n terms of the series 7, 77, 777, etc. to n terms. ഇതാണ് ചോദ്യം. ഇത് ചോദിച്ച വർഷങ്ങൾ എടുക്കണോ മക്കളെ? അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതിപ്പോ 7 മാറിയിട്ട് ചിലപ്പോ 5 ആവാം, 6 ആവാം, 4 ആവാം, 3 ആവാം, എന്ത് വേണേലാവാം കേട്ടോ. അപ്പൊ നമുക്ക് ചെയ്യില്ല മക്കളെ, നമുക്കിത് അപ്പൊ നോക്കിക്കൂടാ. നമുക്ക് n ടേംസിന്റെ സമ്മ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കും നമ്മൾ s ന്റെ ഇതാണ്. അപ്പൊ 7 പ്ലസ് 77 പ്ലസ് 777 പ്ലസ് എക്സെട്ര ടു n ടേംസ് എന്ന് എഴുതി വെച്ചു. സംശയമില്ല. നമ്മളിവിടെ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ എല്ലാത്തിനും നമ്മൾ ഒരു 7നെ പുറത്തേക്ക് എടുക്കാണ്. ഇതിനൊരു 7 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാല് ബാക്കി 7 പോയ ബാക്കി 1 അല്ലേ. 77 7 പോയ ബാക്കി ആരാ മക്കളെ? 11 ആണ് കേട്ടാ. പ്ലസ് 777 7 പുറത്തേക്ക് എടുത്താരാ? 111 ആണ് കേട്ടാ. പ്ലസ് എക്സെട്ര ടു n ടേംസ് എഴുതും. ഇവിടെ 2 വേണമെന്നില്ല കേട്ടാ, n ടേംസ് ചെയ്യാൻ മതി. ഇനി നമ്മൾ നോക്കട്ടാ. ഇത് നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ്, ശ്രദ്ധിക്കട്ടെ. എല്ലാ പ്രോബ്ലം ഇത് പോലെ തന്നെ കേട്ടോ. നമ്മൾ ഇനി ഒരു 9 കൊണ്ട് ഗുണിക്കുക, 9 കൊണ്ട് ഹരിക്കുക. ഓക്കെ അല്ലേ മക്കളെ? 9 കൊണ്ട് നമ്മൾ ഗുണിക്കുക, 9 കൊണ്ട് ഹരിക്കുക. ഞാൻ ഹരിക്കണത് ഞാൻ ഇവിടെ ചോപ്പ പാനോണ്ട് ഇട്ടു. ഇനി 9 കൊണ്ട് ഗുണിക്കുമ്പോ ഞാൻ എല്ലാവരെയും 9 കൊണ്ട് ഗുണിക്കാനുണ്ട്. അതിപ്പോ എല്ലാവരെയും 9 കൊണ്ട് ഹരിച്ചിട്ടുണ്ട്. അതാണ് ഫ്രണ്ടിൽ 1/9 ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും 9 കൊണ്ട് ഹരിച്ചു എന്നാണ് അർത്ഥം. ഇനി 9 കൊണ്ട് ഗുണിക്കുമ്പോൾ ഞാൻ സെപ്പറേറ്റ് ഒരു കാണിക്കുന്നുണ്ട്. 9 1 9 ഗുണിച്ചപ്പോ 9, 11 ഗുണിച്ചപ്പോ 99, 111 ഗുണിച്ചപ്പോ 999 പ്ലസ് എക്സെട്ര ടു n ടേംസ്. ഓക്കെ അല്ലെ? എല്ലാ പ്രോബ്ലം ഇത് പോലെ തന്നെ കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് ഇത് 7/9 ഇവിടെ എടുക്കട്ടെ. 9നെ നമുക്ക് 10 - 1 ഇടാം, വലിയ പ്ലസ് ഇട്ടിട്ട് 99നെ 100 - 1 ഇടാം, വലിയ പ്ലസ് ഇടാം. 999നെ 1000 - 1 ഇടാം, വലിയ പ്ലസ് ഇടാം, എക്സെട്ര ടു n ടേംസ് എന്ന് എഴുതി വെക്കാം. എല്ലാ പ്രോബ്ലം ഇതുപോലെ തന്നെ കേട്ടാ. ഇനി നമ്മൾ നോക്കാം, ഈ എല്ലാ വലിയ പ്ലസുകളുടെ ഇടയിലും ആരുടെ മക്കളെ ഓരോ -1 എടുപ്പില്ലേ? അവരൊക്കെ നമുക്കൊന്ന് ഒരുമിപ്പിക്കട്ടാ. അപ്പൊ -1 ഇവിടെ എടുക്കട്ടെ. ഇതിന്റെ -1 എടുത്തു, ഇതിന്റെ -1 എടുത്തു, പ്ലസ് എക്സെട്ര എത്ര -1 ഉണ്ട് മക്കളെ? നമുക്ക് n ടേംസ് ഉണ്ട് കേട്ടാ. എല്ലാ വലിയ പ്ലസിന്റെ ഇടയിലും ഓരോ -1 ഉണ്ട്. ഇനി വലിയ പ്ലസ് ഇട്ടിട്ട് ഇതിലാരുടെ മക്കളെ ഒരു 10 ഉണ്ട്, ഇതിലാരുടെ ബാക്കി ഒരു 100 ഉണ്ട്, ഇതിലാരുടെ മക്കളെ നമുക്കൊരു കാര്യം ചെയ്താലോ. ഇതിന് 10 തേരി, ഈ 100നെ 10 സ്ക്വയർ തേരിക്കൂടെ, അതുപോലെ 1000നെ 10 ക്യൂബ് തേരിക്കൂടെ, പ്ലസ് എക്സെട്ര ടു n ടേംസ്. അപ്പോ നമ്മൾ ഇത് നോക്കാം. നമുക്കറിയാലോ മക്കളെ, നമുക്ക് ഈ -1 2 തവണ കൂട്ടിക്കഴിഞ്ഞാൽ ഉത്തരത്തിൽ കിട്ടും നമുക്ക് -1 പ്ലസ് -1 -2. ഈ -1 5 തവണ കൂട്ടിയാലോ -5. അങ്ങനെയാണെങ്കിൽ -1 n തവണ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും മക്കളെ? -n എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പൊ ഈ ഒരു സാധനത്തിന് പകരം കുറെ ഈ സാധനത്തിന് പകരം നമുക്ക് ഒറ്റയടിക്ക് എന്ത് എഴുതാം? -n എന്ന് എഴുതാം. ഇനി പ്ലസ്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം, ഒരു കോൺസ്റ്റന്റ് സംഖ്യ എങ്ങനെ ഗുണിച്ചു പോവാണ് അല്ലെ. ഇത് 10, രണ്ടാമത്തെ അറിയാം മക്കളെ 10 സ്ക്വയർ, അതിന് 10 കൊണ്ട് ഗുണിച്ചു. അടുത്ത 10 ക്യൂബ്, ഇതിന് 10 കൊണ്ട് ഗുണിച്ചു. അപ്പൊ അങ്ങനെ ഒരു കോൺസ്റ്റന്റ് സംഖ്യ എങ്ങനെ ഗുണിച്ചു പോവാണെങ്കിൽ മനസ്സിലാക്കാം ഇവനാരാണ്? ഇവനാണ് GP. അപ്പൊ GPയുടെ നമുക്കറിയാം n ടേംസിന്റെ സമ്മ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. A × r⁻n - 1 / r-1 ആണ് എല്ലാവർക്കും അറിയാം. അതില് ഇവിടെ ആദ്യ പദം 10, കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ A2/A1, രണ്ടാം പദം ഡിവൈഡ് ആദ്യ പദം ചെയ്താൽ മതി. അതായത് 10 സ്ക്വയർ ഡിവൈഡ് 10, 10 സ്ക്വയർ 10 ആരാ മക്കളെ? നമ്മുടെ 10 സിലല്ല 10 കിട്ടി. അപ്പൊ നമ്മുടെ n ടേംസിന്റെ സമ്മ കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. A എന്ന് പറഞ്ഞാൽ 10, R എന്ന് പറഞ്ഞാൽ 10 റേസ് ടു n -1 ഡിവൈഡ് r-1. 10 - 1 ആരാ? നമ്മുടെ 9. പരിപാടി കഴിഞ്ഞു. നമ്മുടെ ഇത്രയുള്ള പരിപാടി വളരെ സിമ്പിൾ സാധനമാണ്. ഈ ചോദ്യത്തിന് പകരം ചിലപ്പോ 7 പകരം 5 5 5 4 4 6 6 എന്ത് വന്നാലും ഇതന്നെ പരിപാടി. കുഴപ്പമില്ല. ഒരു കാര്യം മനസ്സിലാക്കാം, വ്യത്യാസം വരുന്നത് 8 8 ആണെങ്കിൽ ഇവിടെ 8/9 ആവും, വേറൊരു വ്യത്യാസം ഉണ്ടാവില്ല. 4 4 ആണെങ്കിൽ ഇവിടെ വ്യത്യാസം 4/9 ഉണ്ടാവും, വേറൊരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പൊ നല്ലപോലെ ചെയ്ത് പഠിച്ചോട്ടോ മക്കളെ, പ്രോട്ടാ. അപ്പൊ ബൈ.